തൊടുപുഴ കൊലപാതക കേസിൽ പ്രതി ജോമോനുമായി തെളിവെടുപ്പ് തുടരുന്നു. ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഒമ്നി വാൻ കണ്ടെടുത്തു. കേസിലെ നിർണായകമായ തെളിവുകളിൽ ഒന്നാണ് ജോമോന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥയിലുള്ള വാൻ. വിവരങ്ങളുമായി ഇപ്പോൾ ജോസിൽ സെബാസ്റ്റ്യൻ ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. ജോസിൽ, ആ ഒമ്നി വാനിൽ വെച്ചാണ് ബിജു ജോസഫിന് ക്രൂരമായ മർദ്ദനമേറ്റത്, തലയ്ക്ക് വലിയ രീതിയിലുള്ള പരിക്കേറ്റത്, നെഞ്ചിൽ ചവിട്ടി വെച്ചത്, അങ്ങനെ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായകമായ ആ തെളിവ് ആ വാൻ കണ്ടെടുത്തിരിക്കുന്നു. ഇന്നിപ്പോൾ എവിടെയൊക്കെയാണ് തെളിവെടുപ്പ് നടത്താൻ പോകുന്നത് പോലീസ്? ജോമോനെ മാത്രമേ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നുണ്ടല്ലോ? സിജു, ഇന്ന് ഒന്നാം പ്രതി ജോമോനും ഒരുമിച്ചുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ കേസിലെ നിർണായക തെളിവായ ഒമിനി വാൻ, അതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ജോമോൻ്റെ സുഹൃത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് ഈ ഒമിനി വാഹനം. അഞ്ചിരിക്കവല കുറിച്ചിപ്പാടത്തുള്ള ഈ വീട്ടിൽ നിന്നാണ് ഈ വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. ജോമോൻ്റെ ഭാര്യ അസുഖബാധിതയാണ്. അപ്പോൾ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഉള്ള ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് ഈ ഒമിനി വാഹനം ജോമോൻ എടുത്തുകൊണ്ടുപോയത്. അന്ന് വ്യാഴാഴ്ച 9 മണിയോടുകൂടി തന്നെ ഈ വാഹനം തിരിച്ച് ഇവിടെ കൊണ്ടുപോയി ഇട്ടു എന്നുള്ളതാണ് സുഹൃത്ത് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഏതായാലും പോലീസ് ഇവിടെ എത്തി, ഈ മറ്റ് സയൻറ്റിഫിക് വിദഗ്ധരുമെല്ലാം എത്തി ഈ വാഹനത്തിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാഹനം കഴുകിയതിന് ശേഷമാണ് ഈ വാഹനം തിരിച്ച് ഇവിടെ കൊണ്ടുപോയി ഇട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാഹനത്തിനുള്ളിൽ വെച്ചാണ് ഈ ബിജു ജോസഫിനെ വലിച്ചു കയറ്റിയതിന് ശേഷം ഈ ഒച്ച വെക്കുകയും ബഹളം വെക്കുകയും ചെയ്തപ്പോൾ നിലത്ത് ചവിട്ടി പിടിച്ചു എന്നുള്ളതാണ് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. അത്തരത്തിൽ ചവിട്ടിലാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് ഈ ജോമോനുമായി എത്തിച്ച് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. അതിനൊപ്പം തന്നെ ഇന്ന് പ്രധാനമായും പോലീസ് നീക്കം നടത്തുന്നത് മറ്റേ രണ്ടാം പ്രതിയായ, അതായത് കേസിൽ ഈ ചവിട്ടി കൊലപ്പെടുത്തി എന്ന് പറയുന്ന അതായത് കൊട്ടേഷൻകാരൻ ആഷിഖ് കാപ്പ കേസിൽ പ്രതിയായി എറണാകുളത്ത് ജയിലിൽ കഴിയുകയാണ്. അവിടെ നിന്ന് ഇന്ന് ആഷിഖിനെ കൂടി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആ നീക്കങ്ങൾ കൂടി ഇന്ന് പോലീസ് നടത്തും. സിജു. ജോസിൽ, നിലവിൽ ഇനി തെളിവെടുപ്പ് നടത്തേണ്ട സ്ഥലങ്ങളുടെ സാധ്യത കുറവാണെന്ന് തോന്നുന്നു. കാരണം ആദ്യം തന്നെ ഈ ചെരുപ്പ് എവിടെ നിന്നാണ് പിടിച്ചുകൊണ്ടുപോയത് ആ സ്ഥലത്ത് നിന്ന് ചെരുപ്പ് കണ്ടെത്തി. അതോടൊപ്പം തന്നെ ഈ ജോമോനെ ഈ ബിജു ജോസഫിനെ കുഴിച്ചു മൂടിയ ആ ഗോഡൌണിൽ നിന്നുള്ള തെളിവെടുപ്പ് കഴിഞ്ഞു. അവിടെയൊക്കെ പ്രതികളെ കൊണ്ടുപോവുകയും ചെയ്തു. ഈ വാൻ ഉൾപ്പെടെ കണ്ടെത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ മറ്റു പ്രതികളെ കൊണ്ടുവന്ന് തെളിവെടുക്കേണ്ട സാഹചര്യമുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ആഷിഖിനെ കൂടി കൊണ്ടുവന്ന് കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? സിജു, ഇപ്പോൾ നമുക്കൊപ്പം ഈ വാഹനത്തിൻ്റെ ഉടമ ചേരുകയാണ്. ചേട്ടാ, എങ്ങനെയാണ് ഈ വാഹനം ജോമൻ താങ്കളുടെ നിന്ന് വാങ്ങുന്നത്? ജോമൻ്റെ ഭാര്യ കൊണ്ട് ആശുപത്രി പോകാനെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയത്. ഇതെന്നാണ് ഈ വാഹനം താങ്കളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത്? ബുധനാഴ്ച ഒരു 11:30 ആയപ്പോൾ ഒന്ന് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ പണിക്ക് പോയി കുറഞ്ഞു, എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി വീട്ടിലുണ്ട്. അപ്പോൾ ആശുപത്രി പോകാനെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വണ്ടി എന്തെന്ന് ചോദിച്ചു. പറഞ്ഞ് പിക്കപ്പും വിങ്ങറും ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് പോക്ക് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് ഞാൻ പറഞ്ഞു വണ്ടി എടുത്തുകൊണ്ട് പോകാം, വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച രാവിലെ ഒരു 8:30 കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു, വണ്ടി കൊണ്ടുവരാത്തതിനാന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ തന്നെ കൊണ്ടുവന്നേക്കാമെന്ന് പറഞ്ഞിട്ട് 9 മണി ആയതിനും വണ്ടി വീട്ടിൽ കൊണ്ടിടുകയും ചെയ്തു. ഈ വാഹനത്തിന് താക്കോലൊക്കെ തിരിച്ചു കിട്ടിയോ? താക്കോൽ തിരിച്ചു കിട്ടിയില്ലായിരുന്നു. വണ്ടി അങ്ങനെ തന്നെ ഇട്ടൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ പേരെങ്ങനെ? എൻ്റെ സിജോ. സിജോ, ഈ വാഹനത്തിന്റെ ഉടമസ്ഥനായ സിജോ പറയുന്നത് ഈ കാര്യമാണ്. അതായത് ഈ വാഹനം ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ജോസിൽ സിജോ കേസ് കൊടുത്തിട്ടുണ്ടോ? കാരണം സിജോയോട് പറഞ്ഞത് ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് പറ്റിച്ചുകൊണ്ടാണ് ഈ വാഹനം എടുത്തുകൊണ്ട് പോയത്. അതെ, ഈ ജോമോൻ്റെ ഭാര്യ ക്യാൻസർ രോഗബാധിതയാണ്, അസുഖബാധിതയാണ്. അപ്പോൾ അത് ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന, സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ ജോമോൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്തുവകകളെല്ലാം ഈ പറയുന്ന ആൾ തട്ടിച്ചെടുത്തതാണ് എന്നുള്ളതും ഈ ബിസിനസ് പങ്കാളിത്തവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമെല്ലാം ആളുകൾക്കറിയാം. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ ജോമോൻ്റെ കാറടക്കം ബിജു ജോസഫിൻ്റെ കയ്യിലാണ്. മാരുതി എർട്ടിക കാറടക്കം ബിജു ജോസഫിൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒമിനി വാഹനം സിജോ വിട്ടുകൊടുത്തത്. ഏതായാലും അത് ബുധനാഴ്ച ഉച്ച 11 മണിയോടുകൂടിയാണ് ഈ വാഹനം എടുത്തുകൊണ്ട് പോകുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ വ്യാഴാഴ്ച, അതായത് കൊലപാതകം നടന്നു എന്ന് പറയുന്ന വ്യാഴാഴ്ച രാവിലെ 9 മണിയോടുകൂടി ഈ വാഹനം ഇവിടെ കഴുകി തിരിച്ചുകൊണ്ട് ഇട്ടു എന്നുള്ളതാണ് ഇപ്പോൾ സിജോ അടക്കം പറയുന്നത്. അപ്പോൾ ഈ വ്യാഴാഴ്ച 9 മണിക്കുള്ളിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിജു.
അതായത് ഇവർ തമ്മിലുള്ള തർക്കത്തിൽ ഈ ബിജു ജോസഫും ജോമോനും തമ്മിലുള്ള തർക്കത്തിൽ ജോസിൽ തന്നെ പറഞ്ഞതുപോലെ വാഹനമടക്കം എർട്ടിക വാഹനമടക്കം ബിജു ജോസഫ് കൈക്കലാക്കി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ആംബുലൻസ് അതോടൊപ്പം തന്നെ കാറ്ററിങ്ങിൻ്റെ മറ്റു ഉപകരണങ്ങളൊക്കെ ബിജു ജോസഫ് കയ്യിലാക്കി. ആ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്ന് മനസ്സിലാക്കുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് ഈ കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷമാണ് ജോമോൻ ബിസിനസ് രംഗത്ത് തിരിച്ചടികൾ ഉണ്ടാകുന്നത്. നേരത്തെ ഒരു തനിയെ ആയിരുന്നു കേറ്ററിംഗ് ബിസിനസ്സും അതുപോലെ തന്നെ ടൂറിസ്റ്റ് ബസ്സുകൾ, അത് ആംബുലൻസ് സർവീസ്, അങ്ങനെ വിപുലമായ ഒരു ബിസിനസ് ശൃംഖല തന്നെ ജോമോൻ ഉണ്ടായിരുന്നു. എന്നാൽ കൊറോണയ്ക്ക് ശേഷം സാമ്പത്തികമായ തിരിച്ചടികൾ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഈ ബിജു ജോസഫുമായി ഷെയർ ബിസിനസ് ആരംഭിക്കുന്നത്. രണ്ട് ഒരുമിച്ച് കേറ്ററിംഗ് ഒരേ പേരിൽ തന്നെ ജോമോൻ നേരത്തെ നടത്തിയിരുന്ന സ്ഥാപനത്തിൻ്റെ അതേ പേരിൽ തന്നെ ഇവർ ഒരുമിച്ച് ബിസിനസ് നടത്തുകയായിരുന്നു. ആ ഒരു തുടർന്ന് കുറേ ആളുകൾക്ക് ശേഷം അവർ തമ്മിൽ തർക്കമുണ്ടാകുന്നു. അതിനുശേഷം നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ വെച്ച് ഒത്തുതീർപ്പുണ്ടാകുന്നു. എന്നാൽ എഗ്രിമെൻ്റ് വരെ ഉണ്ടായിട്ട് പോലും ആ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പാലിക്കാൻ ബിജു ജോസഫ് തയ്യാറാകുന്നില്ല. അതുമാത്രമല്ല, ജോമോൻ ഇല്ലാതിരുന്ന ഒരു സമയത്ത് ജോമോൻ്റെ ഗോഡൗണിൽ കിടന്ന ഒരു ട്രാവലർ വാഹനം കൂടി ബിജുവിൻ്റെ ആളുകൾ വന്ന് ക്രെയിൻ ഉപയോഗിച്ച് കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷവും ജോമോൻ പോലീസിനോട് സഹായം തേടി, പൊതുപ്രവർത്തകരുടെ സഹായം തേടി. ഇതൊന്നും സ്വത്തുവകകൾ തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ജോമോൻ ഇത്തരത്തിൽ ഒരു കൊട്ടേഷൻ നടപടിയിലേക്ക് പോയത്. അതായത് ഈ സ്വത്തുവകകൾ തിരിച്ചെടുത്ത് നൽകുകയാണെങ്കിൽ 6 ലക്ഷം രൂപ കൊടുക്കാം എന്നുള്ള ഒരു കൊട്ടേഷനിലേക്ക് ജോമോൻ പോകുന്നത്. ശരി, ജോസിൽ സെബാസ്റ്റ്യനാണ് ബിജു ജോസഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.